Hi students, in this video I am going to discuss the next topic, that is recovery management. First of all, we have to understand when a recovery is needed. Recovery is needed whenever a failure occurs. Okay, so before going directly into the recovery, we have just analyzed the topics that we have studied. We have already studied the types of failures and also different storage structure. Both are needed for performing the recovery management. Okay, so in the case of transaction management, the recovery is mainly based on log based recovery mechanism is used in transaction. So log means it's a sequence of record, and whenever a transaction is ready to get executed, we may maintain a log record for that particular transaction. Okay, this log record means it's a collection of records that is stored in a stable storage, and this log record will be used if any failure occurs. And this is used to recover from the failure. ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിസ്റ്റം ക്രാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റിക്കവർ ചെയ്തെടുക്കണം. ഈ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഡേറ്റാബേസിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണെന്ന് പറയുന്നത് ലോഗ് ബേസ്ഡ് റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം if any operation is performed on the database, then it will be recorded in the log. നമ്മുടെ ട്രാൻസാക്ഷനകത്ത് എപ്പോഴൊക്കെയാണോ നമ്മളൊരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അന്നേരമെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻസേർട്ട് എ ലോഗ് റെക്കോർഡ് ഇൻ ടു ദി ലോഗ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനകത്ത് ഒരു റൈറ്റ് ഓപ്പറേഷൻ വരുമ്പോൾ ബിഫോർ മോഡിഫൈയിങ് ദി ആക്ച്വൽ ഡേറ്റാബേസ് വി ഹാവ് ടു അപ്ഡേറ്റ് ദി ലോഗ്. നമ്മൾ ആദ്യമേ ആ ലോഗ് റെക്കോർഡ് നമ്മൾ ആ ലോഗിൽ പ്ലേസ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ആ ഡേറ്റാബേസിൽ പോയി അപ്പ് ചെയ്യാൻ. ഓക്കെ, സോ ഒരു ലോഗിൽ വരുന്ന ലോഗ് റെക്കോർഡിൻ്റെ ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെയിൻലി വരുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ, ദീസ് ആർ ദ വേരിയസ് റെക്കോർഡ്സ്. നമ്മുടെ ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ നമ്മൾ TI സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ലോഗായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ എപ്പോഴൊക്കെയാണോ ഒരു റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് അന്നേരം നമ്മൾ ദാണ്ട് ഈ ഒരു ലോഗ് റെക്കോർഡായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ലോഗ് റെക്കോർഡിനകത്ത് വരുന്നത് TI, ദറ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ, ദെൻ XJ മീൻസ് ദ ഡേറ്റ ഐറ്റം വി ആർ ആക്സസിങ്, V1 എന്ന് പറയുന്നത് ദ ഓൾഡ് വാല്യൂ ഓഫ് XJ ആൻഡ് V2 എന്ന് പറയുന്നത് ന്യൂ വാല്യൂ ഓഫ് XJ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ആൻഡ് if the transaction gets commit, then we will insert TI commit log record. നമ്മുടെ ട്രാൻസാക്ഷൻ TI എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ TI commit എന്ന് പറഞ്ഞ റെക്കോർഡായിരിക്കും ലോഗിൽ പ്ലേസ് ചെയ്യുന്നത്. if our transaction gets aborted, then we will insert TI abort log record into the log. So these are the various records that can appear in the log record. Okay, log. Next is just an explanation, we have already explained this. Next is the modifications in the database can be performed using any of these two approaches. Okay, we can modify the database by using any of these two approaches. ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് അപ്രോച്ചസാണ് ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കുള്ളത്. അതിനകത്ത് ഏതെങ്കിലും ഒരു അപ്രോച്ച് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റാബേസിനെ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. ഡിഫേർഡ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് if a transaction does not modify the database until it has committed. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, അതിനകത്ത് 2-3 റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ട്രാൻസാക്ഷൻ ആ റൈറ്റ് ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ് റെക്കോർഡൊക്കെ നമ്മൾ ലോഗിൽ പ്ലേസ് ചെയ്തു. പക്ഷേ ഒരിക്കലും അതിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ആക്ച്വൽ ഡേറ്റാബേസിൽ ആ അപ്ഡേഷൻ വരത്തില്ല അൺടിൽ ദ ട്രാൻസാക്ഷൻ ഗെറ്റ് കമ്മിറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി വി ക്രിയേറ്റ് എ ലോഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. അതിന് വേണ്ടി ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്യും.
ആ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, നമ്മൾ ടി സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ലോഗ് റെക്കോർഡ് കൊടുക്കും. ഇനി ആ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് എവിടേക്കാണ് ഒരു റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോഗ് റെക്കോർഡ് നമ്മൾ ആ ലോഗിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആകുന്നത് അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ആ ലോഗും പ്ലേസ് ചെയ്യും. അതേപോലെ കമ്മിറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ആ ചേഞ്ചിനെ ഡേറ്റാബേസിൽ കൊണ്ടുവരും. ഓക്കെ, സോ ദിസ് ഇസ് termed as deferred database modification, that is no undo redo. Okay, next is immediate database modification. Immediate database modification means if database modification occurs while the transaction is still active, the transaction is set to use immediate database modification. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ ഞാനൊരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ലോഗ് റെക്കോർഡ് ഞാൻ ലോഗിൽ പ്ലേസ് ചെയ്തു. whenever a write occurs I will update in the log and at the same time I will update the database also. മനസ്സിലായോ? ആ ട്രാൻസാക്ഷൻ തീരുന്നത് എപ്പോഴൊക്കെയാണോ ഒരു റൈറ്റ് വരുന്നത് അന്നേരം ഞാൻ ലോഗ് റെക്കോർഡിലും അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ എവിടെ അപ്ഡേറ്റ് ചെയ്യും, ഞാൻ ഡേറ്റാബേസിലും പോയി അപ്ഡേറ്റ് ചെയ്യും ബിഫോർ ദാറ്റ് ട്രാൻസാക്ഷൻ ഗെറ്റ്സ് കമ്മിറ്റഡ്. സോ ദിസ് ഓപ്പറേഷൻ is termed as ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് എപ്പോഴാണോ നടക്കുന്നത് അപ്പം തന്നെ ഞാൻ ഡേറ്റാബേസിലും പോയി അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഏത് ടേം വന്നത്, ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ ടേം വന്നത്. വെച്ചാൽ ബിഫോർ ദ ട്രാൻസാക്ഷൻ ഗെറ്റ്സ് കമ്മിറ്റഡ് വി വിൽ അപ്ഡേറ്റ് ഇറ്റ് ഇൻ ദി ഡേറ്റാബേസ്. ഓക്കെ, നൗ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. So here we have provided with the two transactions T0 and T1. T0 എന്ന ട്രാൻസാക്ഷൻ എന്താ ചെയ്യുന്നത്, ഇനിഷ്യലി ഇറ്റ്സ് റീഡിങ് എ ഡേറ്റ ഐറ്റം എ, then we are reducing an amount 50 from A, then we are writing the new value of A, then we are reading the next item B, then we are updating B by adding a 50 to that particular B, and we are writing back the new value of B. Next is another transaction T1. Here we are reading a new data item C and we are reducing an 100 amount from C and we are writing the new value of C. Okay, രണ്ട് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ലോഗ് റെക്കോർഡ് ഫോർ ഡിഫേർഡ് ആണ്. ഡിഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്മിറ്റ് ആയതിനു ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ലോഗ് റെക്കോർഡ് നോക്കിക്കേ, ലോഗ് റെക്കോർഡ് ഫോർ ഡിഫേർഡ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ T0യുടെയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യമേ T0 എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ T0 സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ദെൻ ഞാൻ എപ്പോഴും പറഞ്ഞു ലോഗ് റെക്കോർഡിനകത്ത് ലോഗ് എപ്പോഴേ വരുള്ളൂ, നമ്മുടെ ട്രാൻസാക്ഷനകത്ത് എപ്പോഴാണ് ഒരു റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് അന്നേരം മാത്രമേ നമുക്ക് ലോഗ് റെക്കോർഡ് ലോഗ് വരുള്ളൂ. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു റീഡ് എ. അപ്പോൾ അതൊരു റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് ലോഗിൽ പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല. ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുക എക്കകത്ത് 1000 എമൗണ്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ എ ഈസ് ഈക്വൽ ടു എ മൈനസ് 50. അപ്പം 1000 മൈനസ് 50 എന്ന് പറയുമ്പോൾ എത്ര, 950. റൈറ്റ് എ എന്ന് പറയുമ്പോഴത്തേക്ക് T0 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ എ എന്ന് പറയുന്ന എന്താണ്, ഇറ്റ്സ് എ ഡേറ്റ ഐറ്റം വി ആർ യൂസിങ്. അതിൻ്റെ പുതിയ വാല്യൂ എന്ന് പറഞ്ഞത് 950. ഓക്കെ, ഇനി അതിനുശേഷം റീഡ് ബി. അപ്പോൾ റീഡ് ഓപ്പറേഷൻ നമുക്ക് എന്ത് വേണ്ട, ലോഗ് വേണ്ട. ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 50. അവിടെ നമുക്ക് ലോഗിൻ്റെ ആവശ്യമില്ല. ബിയിൽ 2000 ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. റൈറ്റ് ബി എന്ന് പറയുമ്പം ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 50 എന്ന് പറയുമ്പോൾ 2000 പ്ലസ് 50 ദാറ്റ് ഈസ് 250. 2050 ദാറ്റ് ഈസ് റൈറ്റ് ബി വരുമ്പം എഗെയിൻ നമ്മൾ T0 ബി 2050 അത്രയും കഴിയുമ്പോഴത്തേക്ക് T0 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. സോ T0 കമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ലോഗും നമ്മൾ ലോഗ് റെക്കോർഡ് ഈ ലോഗിൽ പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനാണ്. സോ T1 സ്റ്റാർട്ട്. അതിനുശേഷം സിക്കകത്ത് 700 എമൗണ്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. സി ഇസ് ഈക്വൽ ടു സി മൈനസ് 100. 700 മൈനസ് 100 വിച്ച് ഇസ് ഈക്വൽ ടു 600. റൈറ്റ് സി. റൈറ്റ് ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, T1 സി, 600. അതോടെ സിയും കമ്മിറ്റായി. ദെൻ T1 കമ്മിറ്റായി, T1 കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിഫേർഡ് അപ്രോച്ചിൻ്റെ
എന്ത് കൊടുക്കുന്നത്, ലോഗ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ലോഗ് കീപ്പ് ചെയ്യുന്നത്. ഇനി ഡിഫേർഡ് അപ്രോച്ചിനകത്ത് എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു റൈറ്റ് ഓപ്പറേഷൻ, നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻസേർട്ട് ചെയ്യുന്ന ലോഗ് റെക്കോർഡിൽ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ഐറ്റം ഉണ്ടാകും, ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്, യൂസ് ചെയ്യുന്ന ഡേറ്റ ഐറ്റം ഉണ്ട്, ഓൾഡ് വാല്യൂ ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ, ന്യൂ വാല്യൂ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഡിഫേർഡ് ഡേറ്റാബേസ് എപ്പോഴും അപ്ഡേഷൻ എപ്പോഴേ വരുള്ളൂ, കമ്മിറ്റായാൽ മാത്രമേ വരുള്ളൂ. കമ്മിറ്റായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫെയിലിയർ വന്നു കഴിഞ്ഞാലും റോൾ ബാക്ക് ഒന്നും ചെയ്ത് പോകണ്ട, കാരണം ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് വാല്യൂ സ്റ്റോർ ചെയ്യാത്തത്. ബട്ട് ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് സെയിം ഇവിടാണ്. ഇമ്മീഡിയറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ആർ ദ ചേഞ്ചസ് നോക്കുക. ഇനിഷ്യലി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സോ T0 സ്റ്റാർട്ട്, ദെൻ വി ആർ നമ്മൾ എന്താണ് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. A = A - 50, A = 1000 - 50 950. റൈറ്റ് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്ക് അതെ ട്രാൻസാക്ഷൻ ഐ ഡി ദാറ്റ് ഇസ് T0, ദെൻ ദ ഡേറ്റ ഐറ്റം വി ആർ യൂസിങ് ദാറ്റ് ഇസ് A. അതിനുശേഷം എന്താണ് ബിഫോർ ദാറ്റ് റൈറ്റ് ഓപ്പറേഷൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A, ഓൾഡ് വാല്യൂ എന്തായിരുന്നു 1000. അതിനുശേഷം ദ ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 950. സിമിലർലി ബിയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് T0 B, ഓൾഡ് വാല്യൂസ് 2000 ആൻഡ് ന്യൂ വാല്യൂസ് 2050. അതിനുശേഷം T0 കമ്മിറ്റ് ആകുന്നു. നെക്സ്റ്റ് നമ്മൾ T1 സ്റ്റാർട്ട് ചെയ്യുന്നു. T1ൽ ഞാൻ പറഞ്ഞു റീഡ് ചെയ്യുന്നു. സിക്കകത്ത് 700 ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. 700-ന് 100 റെഡ്യൂസ് ചെയ്യുമ്പോൾ 600. റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് റെക്കോർഡ് പ്ലേസ് ചെയ്യും, T1 C, ഓൾഡ് വാല്യൂസ് 700 ആൻഡ് ന്യൂ വാല്യൂസ് 600. ദെൻ T1 കമ്മിറ്റ്. ഇൻ ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് എന്താണ്, ബിഫോർ കമ്മിറ്റിംഗ് ദ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൈറ്റ് ഓഫ് എ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ട്രാൻസാക്ഷൻ ഫെയിലായെങ്കിൽ ഇത് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഫെയിലായി കഴിഞ്ഞാൽ വി ഹാവ് ടു റോൾ ബാക്ക് എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്സും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ലോഗ് നോക്കിയിട്ട് നമ്മൾ ഈ 950 എന്നുള്ള വാല്യൂ കളഞ്ഞിട്ട് എന്ത് ചെയ്യും, 1000 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോഗ് ഓഫ് ഇമ്മീഡിയറ്റ് ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഡിഫേർഡിൽ എന്താണ്, നമ്മുടെ ട്രാൻസാക്ഷൻ തുടങ്ങി ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ ഡേറ്റാബേസിൽ അപ്ഡേഷൻ പെർഫോം ചെയ്യുള്ളൂ. കണ്ടോ, ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുന്നു ഓൺലി ആഫ്റ്റർ ദി കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു ലോഗ് റെക്കോർഡ് ലോഗിൽ വന്നതിന് ശേഷം മാത്രമേ ഡേറ്റാബേസിൽ കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് T1 ട്രാൻസാക്ഷനും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്തു, അത് കമ്മിറ്റ് ആയതിനു ശേഷം മാത്രം ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തു. ബട്ട് ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് നോക്കിക്കേ, ഈവൻ ആഫ്റ്റർ ദി അപ്ഡേഷൻസ് എയും ബിയും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു, ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തു. സിമിലർലി സി, ഇവിടെ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്ത് ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തു ബിഫോർ ദ കമ്മിറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. സോ ഇവിടെ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റോൾ ബാക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഓൾഡ് വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിഫറെൻറ്റ് approaches, okay, for database modification. Next we are going to discuss the topic checkpoint. In some situations ഈ ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ചില ഷെഡ്യൂൾസിൽ ചിലപ്പം ഒരു 4-5 ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. അതിനകത്ത് ആദ്യത്തെ ട്രാൻസാക്ഷൻ കമ്മിറ്റായി, രണ്ടാമത്തത് കമ്മിറ്റായി, 3 കമ്മിറ്റായി, 4 കമ്മിറ്റായി, 4ാമത്തെ ട്രാൻസാക്ഷൻ വരെ എല്ലാം കമ്മിറ്റായി. 5, 6, 7 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരു ഫെയിലിയർ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടം വരെ റോൾ ബാക്ക് ചെയ്യണം? അപ്പം മൊത്തം നമുക്ക് 10 ട്രാൻസാക്ഷൻസ് ഉണ്ട്.
ആൻഡ് ദ 1, 2, 3 ആൻഡ് 4 ഇറ്റ്സ് കമ്മിറ്റഡ്. അത് ഓൾറെഡി കമ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ആ കമ്മിറ്റായ ട്രാൻസാക്ഷൻസിൻ്റെ ചേഞ്ചസ് എല്ലാം നമ്മൾ പെർമനൻ്റ്ലി ഡേറ്റാബേസിൽ സ്റ്റോർ ആയി. അത് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാലും ആ ചേഞ്ചസ് എല്ലാം ഡേറ്റാബേസിൽ എന്ത് ചെയ്യും? സേവ് ആയിരിക്കും, അതൊരിക്കലും പോകില്ല. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ 5, 6, 7 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്തായത്? ഒരു ഫെയിലിയർ സംഭവിച്ചത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും? വി വിൽ റോൾ ബാക്ക് അല്ലേ? നമ്മൾ 7 റോൾ ബാക്ക് ചെയ്യും. 7 6ൻ്റെ എന്തെങ്കിലും വാല്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 റോൾ ബാക്ക് ചെയ്യും. ഇഫ് 6 ഹാസ് യൂസ്ഡ് സം വാല്യൂസ് ഓഫ് 5, നമ്മൾ 5 റോൾ ബാക്ക് ചെയ്യും. അവിടം വരെ നമ്മൾ വെച്ച് നിർത്തും. കാരണം 4 വരെയുള്ള ട്രാൻസാക്ഷൻസ് ഓൾറെഡി കമ്മിറ്റാണ്, നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുകളിലോട്ട് നമ്മളിനി വെറുതെ ചെക്ക് ചെയ്ത് പോകണ്ട. അതിനെയാണ് നമ്മൾ ചെക്ക് പോയിൻ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ ലോഗും നോക്കിക്കൊണ്ടിരിക്കണം. 4 ഇനി വല്ല ചേഞ്ചസ് വരുത്തണോ, 3 ചേഞ്ച് വരുത്തണോ, 2 ചേഞ്ച് വരുത്തണോ, 1 ചേഞ്ച് വരുത്തണോ എന്നിങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത് കാസ്കേഡിങ് റോൾ ബാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? കാസ്കേഡിങ് റോൾ ബാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇൻ ദിസ് കേസ് ഒരു T1 വെച്ച് ഞാൻ ചെക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ T1 നമ്മൾ ചെക്ക് ചെയ്യേണ്ട, ഫെയിലിയർ സംഭവിച്ച T4ലാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ റോൾ ബാക്ക് ചെയ്യണം? T4 റോൾ ബാക്ക് ചെയ്യണം, T3 റോൾ ബാക്ക് ചെയ്യണം, T2 റോൾ ബാക്ക് ചെയ്യണം. T1 എന്ന് പറയുന്നതിന് T1 വെച്ച് ഞാൻ ചെക്ക് പോയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ T1 മുതൽ മുകളിലോട്ടുള്ള എല്ലാം ഇറ്റ്സ് സേഫ് ഓർ ഇറ്റ്സ് ചേഞ്ചസ് ആർ പെർമനൻ്റ്ലി സ്റ്റോർ ദ ഡേറ്റാബേസ്, നോ നീഡ് ടു ചെക്ക് എനിത്തിങ്. ഒന്നും ചെക്ക് ചെയ്യുക, റോൾ ബാക്ക് ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. ഫെയിലിയർ സംഭവിച്ചിടം മുതൽ ആ ചെക്ക് പോയിൻ്റ് വന്നിടം വരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ റോൾ ബാക്കിംഗ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ചെക്ക് പോയിൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.